Dr. Paul B. Matthew, the Habit Builder. എത്ര സുഹൃത്തുക്കളാണ് നമുക്കുള്ളത്? ആ സുഹൃത്തുക്കളിൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ എത്ര പേരാണ്? ഈ ചോദ്യം ചിലപ്പോഴെങ്കിലും ചോദിക്കുന്നത് നല്ലതാണ്. ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ആൻഡ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് എന്ന പുസ്തകമുണ്ട്. ഡെയിൽ കാർണിഗിൻ്റെയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കുക, നമുക്ക് ആളുകൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ഫ്രണ്ട്സ്, അത് നമ്മെ വല്ലാതെ സ്വാധീനിക്കും. അത് വളരെ ആവശ്യമാണ് താനും. പലപ്പോഴും പല പേരൻസും തങ്ങളുടെ മക്കളെ വലിയ തുക കൊടുത്ത് വലിയ റെപ്യൂട്ടഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പഠിപ്പിക്കാൻ വിടാറുണ്ട്. കാരണം അവർ വലുതാകുമ്പോൾ അവർ വളരുന്നത് ഈ സുഹൃത്തുക്കളോടൊപ്പമായിരിക്കും. റിച്ച് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, മോഡേണായിട്ട് ചിന്തിക്കുന്ന, കൾച്ചറായിട്ട് ചിന്തിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുമ്പോൾ നമുക്കങ്ങനെ ആകുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ 5 സുഹൃത്തുക്കളുടെ ആവറേജാണെന്ന് പറയാറുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻകം അല്ലെങ്കിൽ ഏണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ 5 സുഹൃത്തുക്കളുടെ ഏണിങ്സ് ആണെന്നും പറയാറുണ്ട്. അതിൻ്റെ ആവറേജ് ആണെന്നും പറയാറുണ്ട്. അതിന് ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സർക്കിളും നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയുന്ന ധാരാളം പഠനങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്? നാം ആരോടാണ് കൂട്ടുകൂടുന്നത്? നമുക്ക് ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളുകളുമായി കമ്പനി കൂടുവാൻ സാധിക്കുന്നുണ്ടോ? അവരുമായി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നാം ഉയരുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, വളരുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ശക്തമായ ഫ്രണ്ട്സ് ഉണ്ടാകുക, അവരെ കീഴടക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്നുള്ളത് അപൂർവമായ സൗഭാഗ്യമാണ്. നമ്മുടെ എല്ലാ സമയങ്ങളും അവർ ഒരുപക്ഷെ നമ്മെ സഹായിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സഹായിക്കുക എന്നുള്ളതല്ല, നാം അവരോടൊപ്പം സംസാരിക്കുമ്പോൾ, അവരോടൊപ്പം ഇടപഴകുമ്പോൾ നാം വലിയ ആളുകളായി മാറുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രണ്ട് സർക്കിളെല്ലാം പലപ്പോഴും സ്ട്രോങ് ആയി മാറുന്നത്. നമുക്ക് ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ഫ്രണ്ട്സിനെ എങ്ങനെ വിൻ ചെയ്യാൻ സാധിക്കും? നാം പോസിറ്റീവായി പറയുന്ന ആളുകളാണെങ്കിൽ, പോസിറ്റീവ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മെ ആളുകൾ ഇഷ്ടപ്പെടുവാനും നമ്മൾ അടുത്ത് വരുവാനും സാധ്യത കൂടുതലാണ്. എപ്പോഴും പരാതിയും നെഗറ്റിവിറ്റിയും പറയുന്ന ആളാണെങ്കിൽ അവൻ ഡാർക്കാണ്, അവൻ എപ്പോഴും ആളെ അടിച്ചിരുത്തുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആളുകൾ ഉപേക്ഷിക്കും. നമുക്കൊരു സ്മൈലോട് കൂടി ആളുകളെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴും ചിരിയോടുകൂടി നമുക്ക് നടക്കുവാൻ സാധിക്കുന്നുണ്ടോ? ചിരിയോടുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും വിൻ ചെയ്യാനും സാധിക്കുമെന്നാണ് ഡെയിൽ കാർണിഗി പറയുന്നത്. പല കൂട്ടുകാരെയും കാണാറുണ്ട്, അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മെ പറയുവാൻ അനുവദിക്കില്ല. നാം പറഞ്ഞാൽ കേൾക്കുകയുമില്ല. അവർ എപ്പോഴും സംസാരിക്കണമെന്ന് മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലിസൺ ചെയ്യുക എന്നുള്ളത് കഴിവാണ്. ഞാൻ പറയുന്ന കാര്യം മറ്റേയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അയാൾ ഇഷ്ടപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറാകുന്ന ആളാണോ എൻ്റെ സുഹൃത്ത് എന്ന് പലപ്പോഴും നാം തന്നെ ചിന്തിക്കാറുണ്ട്. ലിസണിങ് എന്ന് പറയുന്നതും വളരെ നല്ലൊരു സ്കില്ലാണെന്ന് അറിഞ്ഞിരിക്കുക. ഞാനീ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ്. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ് ദാറ്റ് ക്യാൻ എൻറിച്ച് യുവർ ലൈഫ്, ദാറ്റ് ക്യാൻ ബ്രിങ് ലോട്ട്സ് ഓഫ് സക്സസ് ടു യുവർ ലൈഫ്. അതുകൊണ്ട് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവായ ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്യുക, ഉണ്ടാക്കുക, ആ ബന്ധം ശക്തമാക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയായി നാം മനസ്സിലാക്കിയിരിക്കുക. കൂട്ടുകാരുടെ പേര് നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എടാ എന്ന് വിളിക്കുന്നവരുണ്ടാകാം, വേറെ ബ്രോ എന്ന് വിളിക്കുന്നവരുണ്ടാകാം. എന്നാൽ പേര് വിളിച്ച് സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് എത്ര ആളുകളുടെ പേര് ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതും അവരെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ കൂട്ടുകാർക്ക് ഒരു നന്മ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കഗ്നീഷൻ ഉണ്ടാകുന്നെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞു, കുറ്റം പറയുന്ന ആളുകൾ കൂടുതലാണ്, നെഗറ്റിവിറ്റി പറയുന്ന ആളുകൾ കൂടുതലാണ്, അടിച്ചു താഴ്ത്തുന്നവർ കൂടുതലാണ്, പരദൂഷണം പറയുന്നവർ കൂടുതലാണ്. എന്നാൽ കൂട്ടുകാരൻ്റെ കഴിവിനെ കണ്ടെത്തി അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, അവൻ്റെ ഒരു പ്രയാസ സാഹചര്യങ്ങളിൽ അവനെ സഹായിക്കുവാൻ നാം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത്തരം ആളുകളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലിസൺ ചെയ്യുക, സ്മൈൽ ചെയ്യുക, പോസിറ്റീവായി സംസാരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക, നെഗറ്റിവിറ്റി പറയാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, ശക്തമായ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ, ശക്തമായ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നാം അറിയാതെ തന്നെ വളരും. നമ്മുടെ സുഹൃത്തുക്കൾ ശക്തരാണെങ്കിൽ നാം വളർന്നിരിക്കും. ഓർക്കുക, എണ്ണി നോക്കുക, എത്ര ശക്തരായ സുഹൃത്തുക്കളാണ്, എത്ര ഇൻഫ്ലുവൻഷ്യലായ സുഹൃത്തുക്കളാണ്, എത്ര സക്സസ്ഫുള്ളായ സുഹൃത്തുക്കളാണ് നമുക്കുള്ളത്. ഇല്ലെങ്കിൽ അത് മാറ്റുക. നമ്മുടെ ജീവിതം വഴിതിരിച്ചു വിടുവാൻ, നമ്മുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യുവാൻ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് സഹായിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.